ഹായ്, എല്ലാവർക്കും വിജീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം വി ചേച്ചിയ. എൻ്റെ പ്രിയപ്പെട്ട ഓരോരുത്തർ സുഖമായിട്ടിരിക്കുന്നു. ദൈവം സഹായിച്ച് ഇവിടെ സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു. ഇന്നും ഒരു ദിവസം ദൈവം നമുക്ക് ദാനമായി തന്നു. അതിന് ദൈവത്തിന് നന്ദി പറയാം. ഒരു മിനിറ്റ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ കണ്ടായിരുന്നോ? നല്ല 2 റെസിപ്പികളുണ്ട് അതിലുണ്ട് കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റും നല്ല ഒരു റെസിപ്പിയാണ്, പിന്നെ ഉച്ചക്കത്തെയും. പിന്നെന്താ, ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞങ്ങൾക്ക് രാവിലെ പെട്ടെന്ന് അർജൻറ്റ് എടുത്ത് പോകണം. പക്ഷെ അവിടുത്തെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയും കാണുക, ഇന്നലത്തെ വീഡിയോയും കാണുക. പിന്നെ പ്രത്യേകിച്ചൊന്നുമില്ല. പ്രീസമോൻ ഇനിയും 2ാം തീയതി തൊട്ട് എക്സാം തുടങ്ങുക. അതിൻ്റെ ബഹളമൊക്കെ ഇപ്പം. പിന്നെ ഇന്നലെ അവരുടെ ക്ലാസ്സിലെ ടീച്ചറുടെ ബർത്ത്ഡേ ആയിരുന്നു. ബർത്ത്ഡേ ഇന്നലെ ആക്ച്വലി ഇന്നലെ അല്ല, ഇനിയും സമയം കിടക്കുന്നേ ഉള്ളൂ. പക്ഷേ ഇന്നലെ ബർത്ത്ഡേ പാർട്ടി സ്കൂളിലുണ്ടായിരുന്നു. പിള്ളേരെല്ലാം ഭയങ്കര ഇവിടുന്ന് പൈസയൊക്കെ കളക്ട് ചെയ്തുകൊണ്ട് നേരത്തെ കളക്ട് ചെയ്തായിരുന്നു. പിന്നെ അടിപൊളി പാർട്ടി ഇന്നലെ പഠിപ്പിയിരുന്നില്ലായിരുന്നെന്ന് പറയുന്നത്. ടീച്ചർമാരും എല്ലാവരും കൂടെ കൂടി ഒരു പാർട്ടി പോലെ ഉണ്ടായിരുന്നു. ഓക്കെ, അതൊക്കെ ഇവർക്ക് ഭയങ്കര ഇതല്ലേ കൊച്ചുങ്ങൾക്കൊക്കെ. ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോകാമേ. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കി ഇവർക്കൊക്കെ കൊടുത്തു. അപ്പം ഞങ്ങൾ ഇന്നാളി വറ്റമീൻ്റെ കാണിച്ചില്ലേ, ആ സമയത്ത് പോയണേ എനിക്ക് അർജൻറ്റ് എനിക്ക് മീനിൻ്റെ അച്ചാർ വേണമായിരുന്നു. അപ്പോൾ എന്ത് വന്നാലും ഈ ഏപ്രിൽ ഫസ്റ്റ് വീക്കിന് ലാസ്റ്റ് അന്ന് കിട്ടണമെന്നായിരുന്നു. അപ്പം മറ്റേടെ അന്ന് പോയണേ ആ പുള്ളിക്കാരൻ അവിടെ ഒരു മെയിൻ ആളുണ്ട്. അയാളുടെ ചോദിച്ചാൽ അയാൾ പറഞ്ഞ് 2-3 ദിവസത്തിനകം വരും. അങ്ങനെ നമ്പരും കൊടുത്തിട്ടാണ് വന്നത്. അപ്പം ഇങ്ങനെ ബിസി ആയതുകൊണ്ട് ഇങ്ങാർക്ക് ഫോൺ ചെയ്താലൊന്നും ഇങ്ങാരെടുക്കത്തില്ല. അപ്പം വേറൊരു കൊച്ചനടുത്ത് പറഞ്ഞ് എപ്പം ഈ സാബ് ഫോൺ ചെയ്താലും നീ പറയണമെന്നോ കേരമീൻ വരുമ്പം. അപ്പം 2-3 ദിവസമായിട്ട് ഇവിടെ ഒരു വിവരമില്ല. ഞാൻ റീച്ചാണെന്ന് പറഞ്ഞാൽ റീച്ച ഒന്ന് വിളിച്ചു നോക്കുന്നു. രാവിലെ റീച്ചാൻ പറഞ്ഞാൽ അവർ പറഞ്ഞു നമ്പർ ഈ ചെറുക്കൻ മൊബൈലിൽ നിന്ന് ഡിലീറ്റ് ആക്കി കളഞ്ഞു, മീൻസ് എന്തോ ഫോർമാറ്റ് ചെയ്താണ്, നമ്പരെല്ലാം പോയി. അങ്ങനെ റീച്ചാണെന്ന് പറഞ്ഞാൽ എളുപ്പം വാ, ഇപ്പോൾ ഈ വെയിലായതുകൊണ്ട് അവർ നേരത്തെ നിർത്തും കട മാർക്കറ്റ്. അങ്ങനെ ഞാൻ ചായ എടുത്തിട്ട് റേച്ചാനൊക്കെ കുടിച്ചു, ചൂടോടെ അവർക്ക് കുടിക്കാൻ പറ്റും. ഞാൻ 2 കവള് കുടിച്ചിട്ട് ഞങ്ങൾ പോയി എളുപ്പം പോകണേ. ഞാൻ എന്തോ അതിലും നേരത്തേക്ക് ആണെങ്കിൽ പറഞ്ഞില്ലേ ഈ മീൻ ഇപ്പം ഇങ്ങനെ ഭയങ്കര വിലയാണ് അവിടെ. ഇവരുടെ മാത്രമേ ഉള്ളത്. ഈ ഒരെണ്ണം 250-300 രൂപയ്ക്ക് നമുക്ക് കിട്ടുമായിരുന്നു. ഇപ്പം അവർക്കും അറിയാം ഞങ്ങൾക്ക് അർജൻറ്റാന്ന്. അതുകൊണ്ട് അവരും നമ്മളെത്ര ബാർഗിൻ ചെയ്തിട്ട് അവരങ്ങനെ കുറയ്ക്കാൻ തയ്യാറല്ല. നമ്മുടെ കയ്യിൽ ത്രാസ് ഉണ്ടായിരുന്നു. ത്രാസും കൊണ്ട് നോക്കുകയാണെങ്കിൽ 3 എണ്ണം 5 കിലോ. അപ്പോൾ നമുക്ക് അത് വെറും നഷ്ടമായിപ്പോയി ഇന്ന് ഇപ്രാവശ്യം. മീൻസ് ഇങ്ങനെ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ വീട്ടിലത്തെ ആവശ്യത്തിനാണെങ്കിൽ ഞാൻ വാങ്ങിക്കത്തില്ലായിരുന്നു. പിന്നെ ഇത് നമ്മൾ അച്ചാറിന് ഇതിനു വേണ്ടി നമ്മളെ വിശ്വസിച്ച് 2 മാസം മുമ്പിട്ടേ പറഞ്ഞതാണ്. എന്തോ അന്നേരം റീച്ചാൻ പറഞ്ഞൊരു കാര്യം ചെയ്ത് നഷ്ടം അന്നേരം നമുക്കങ്ങ് വാങ്ങിക്കാം, അത്രയ്ക്ക് അർജൻ്റ് അല്ലേ എന്ന് പറഞ്ഞു. നമുക്കിപ്പം കാര്യം ആവശ്യം കൊടുക്കണ്ടേ. ഇപ്പം ഈ 5 കിലോ വാങ്ങിച്ചിട്ട് ഞാൻ നിങ്ങളടുത്ത് പറയാം എനിക്ക് അച്ചാറിന് കിട്ടിയത് എത്രയാണെന്ന്. അപ്പോൾ റീച്ചാൻ പറഞ്ഞ് എന്താ ഞങ്ങളെ വിളിക്കാഞ്ഞേ, ഇപ്പം ഞാൻ വിളിച്ചിട്ടല്ലേ അറിഞ്ഞേന്ന്. അന്നേരം പുള്ളിക്കാരൻ പറഞ്ഞ് എന്തോ ചെയ്യാനാ, ഇവൻ ഇന്നലെ തന്നെ അവിടെ പോയി അവൻ്റെ മൊബൈലിന് എന്തോ പ്രോബ്ലം വന്നിട്ടുണ്ടെങ്കിൽ അവൻ്റെ ബ്രദർ ഫോർമാറ്റ് ചെയ്തോണ്ടേ എല്ലാ നമ്പരും പോയെന്ന് പറയുന്നത്. എന്തോ ചെയ്തോണ്ടേ അങ്ങനെ വീണ്ടും നമ്മൾ നമ്പരൊക്കെ കൊടുത്തിട്ട് വന്ന്. എന്തോ എന്നാലും മീൻ നല്ല ഫ്രഷായിരുന്നു. പക്ഷേ നമുക്കിങ്ങനെ വില ആയിപ്പോയി ഒരു വിധത്തിൽ. നമ്മൾ റേറ്റ് നേരത്തെ അവർക്കടുത്ത് പറഞ്ഞാൽ നമുക്ക് ഇത്ര 1 കിലോയ്ക്ക്. പിന്നെ നമ്മൾ മീനിൻ്റെ വില കൂടിയെന്നും പറഞ്ഞ് ഇപ്പോൾ ആ സ്ഥാനത്ത് ആ വ്യക്തിയുടെ സ്ഥാനത്ത് ഞാനാന്നേലും പെട്ടെന്ന് വില ഇത്ര എന്ന് പറഞ്ഞ് നമ്മൾ പറയത്തില്ല നേരത്തെ എന്താ നിങ്ങൾ പറയാഞ്ഞേന്ന്. അതുകൊണ്ട് എന്തോ അതിന് ഞാൻ വാങ്ങിച്ചു. അവന്മാർക്കും അറിയാം നമുക്ക് അർജൻറ്റാന്ന് ഇങ്ങനെ നമ്മൾ ചോദിച്ചിരിക്കുമ്പം. അതുകൊണ്ട് അവന്മാരിത്തിരി അവർക്കറിയാം നമ്മൾ ചോദിച്ച വില തരുമെന്ന്. അപ്പം ഞങ്ങൾ പറയുകയും ചെയ്തേ ഞങ്ങൾക്ക് അച്ചാറിന് വേണ്ടിയാണ്. നിങ്ങൾക്കറിയാമല്ലോ ഈ തലയൊക്കെ പോയാൽ നമുക്ക് മാംസം എത്ര കിട്ടുന്നത് അതനുസരിച്ചൊന്ന് കുറയ്ക്കുന്നു. പിന്നെ എനിക്ക് അവിടുന്ന് വെട്ടിയിട്ട് വരാനും പറ്റിയില്ല. കാരണം നമുക്ക് അവിടെ 2-3 ലേഡിമാർക്കേ അറിയത്തുള്ളൂ ഇതിൻ്റെ തൊലി കളയാനായിട്ട്. അപ്പോൾ അവിടെ അവരൊന്നും ഇല്ലായിരുന്നില്ല. പെട്ടെന്നുള്ള പോക്കലി അടയ്ക്കാറാവുകയും ചെയ്തു. ഇവരുടെ ഈ 3-4 ഇനി 2 എണ്ണം കൂടെ ഉണ്ടായിരുന്നു. ബാക്കി ആരുടെയും കയ്യിലില്ല. പിന്നെ ഇവരുടെ കയ്യിൽ ഇവർ പറഞ്ഞ അർജൻറ്റ് ആയതുകൊണ്ട് ഞങ്ങളിങ്ങനെ കൊണ്ടുവന്ന ഇതിപ്പം ഈ കേരമീൻ അങ്ങനെ വരുന്നില്ല, വിലയാ ഇതാന്നൊക്കെ. പിന്നെ നമ്മൾ അർജൻറ്റ് ആയതുകൊണ്ട് പിന്നെ അങ്ങ് വാങ്ങിച്ചു.
അപ്പം ഞാൻ എന്തോന്നില്ല ഇന്ന് വെട്ടുന്നില്ല, ഇന്ന് വെട്ടിയാൽ എനിക്കത് ആകെ വധമാവും. കാരണം നമുക്ക് അവരുടെ കൂട്ടുള്ള വലിയ നല്ല നൈഫൊന്നുമില്ല. അപ്പോൾ ഇതൊന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഇച്ചിരി ഒന്ന് ഐസായിട്ടേ വെട്ടാമെന്ന് വെച്ച്. അതാ നല്ലത്, അല്ലെങ്കിൽ കുളമായിപ്പോവും. അവിടെ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ അറിയാവുന്ന എല്ലാ ഞാൻ പറയില്ല ഇവിടങ്ങളിലുള്ളവരൊന്നും അങ്ങനെ തൊലി കളയത്തില്ലെന്ന്. തൊലി കളയാതെ പീസാക്കി കൊണ്ടുവരാനായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. അപ്പോൾ ഈ തൊലി കളയുന്ന നോക്കിയാണ് അവിടെ ആരുമില്ല, ആ പരിചയക്കാരും. പിന്നെ അത് ഇവിടെ കൊണ്ടുവന്ന് എനിക്ക് അവിടുത്തെ വീഡിയോകളൊന്നും എടുക്കാൻ പറ്റില്ല. കാരണം നമ്മൾ അങ്ങോട്ട് പോയി അവരുടെ കയ്യിൽ നിന്ന് സാധനം എടുത്തു തിരിച്ച് ഉടനെ ഇങ്ങ് വന്നു, അല്ലാതെ അവിടെ നിന്നും കറങ്ങാൻ നിന്നില്ല. ആ മലാഡിലൊരു മെയിൻ ആളെന്ന് പറയുന്ന പ്രധാനം എന്ന് പറയുന്നത് ആ പുള്ളിക്കാരൻ്റെ കയ്യിൽ നിന്ന് ഈ ലോക്കൽ മാർക്കറ്റിലുള്ള മീൻമാർക്കാരൊക്കെ വന്ന് വാങ്ങിച്ചുകൊണ്ട് പോകുന്നത്. അവിടങ്ങളിലുള്ളവരല്ല, അയാളാണ് അവിടുത്തെ മെയിൻ ആൾ. പിന്നെ ഞാൻ അതിൻ്റെ തലയൊക്കെ വെട്ടി അങ്ങ് ഫ്രീസറിൽ വെച്ച്. എൻ്റെ ജോലികളെല്ലാം ഇവിടെ അവതാളത്തിലായിപ്പോയി. ഞാൻ ഇവിടെ വന്നിട്ട് പിന്നെ ചായയൊക്കെ കുടിക്കുമായിരുന്നു. റെഡിയായി. അപ്പം എൻ്റെ കാന്താരിക്കകത്തുനിന്ന് എനിക്ക് ഇത്രയും കാന്താരി കിട്ടി. കണ്ട വന്നിട്ട് ഞാൻ പെട്ടെന്ന് പിന്നെ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് അങ്ങനെ വീഡിയോ ഒന്നും എടുക്കാൻ നിൽക്കാൻ സമയം കിട്ടിയില്ല. ഇങ്ങനെ തോരനൊക്കെ അരിഞ്ഞു വെച്ചേക്കുമായിരുന്നു. എല്ലാം പകുതി ഇട്ടിട്ട് ഒറ്റ ഓട്ടമായിരുന്നു. അപ്പം ഞാൻ തോരനൊക്കെ വെച്ചു. പിന്നെ ഞാൻ ഒരു ചായ ഒന്ന് എടുത്ത് ഞാൻ പറഞ്ഞില്ല ചായയും കൂടെ കുടിക്കാതെ പോയെന്ന്. ഒരു സ്ട്രോങ് ഒരു ചായയും കൂടെ ഇട്ടിട്ട് കുടിച്ച് മനുഷ്യനെ ആകെ ഒരു വല്ലാത്ത ഇതായിരുന്നു. ഞാൻ ഒന്നും കഴിക്കാതെയും കൂടെ പോയത്. പിന്നെ ചായയൊക്കെ കുടിച്ചതിന് ശേഷം ഒരു ഉഷാറായത്. പിന്നെ കുറച്ച് മുന്തിരിങ്ങ കൊണ്ടുവന്നാൽ ഞാനത് വന്നപ്പോഴേ അങ്ങ് വിനാഗിരി ഉപ്പ് ഇട്ട് വെള്ളത്തിൽ ഇട്ടേക്കുമായിരുന്നു. അതിപ്പോൾ ഒന്ന് കഴുകി വാരി എടുത്തിട്ടുണ്ടായിരുന്നു. അവിടെ കുറേ ഫ്രൂട്ട്സുകാരിയിരിക്കും. പിന്നെ ഈ ഗാവേറിയയിൽ നിന്ന് വന്നവരൊക്കെ അങ്ങനെയുള്ള കുറേ സാധനങ്ങളൊക്കെ കൊണ്ടുവയ്ക്കും. പക്ഷേ അതിനൊക്കെ ഭയങ്കര വില. ചില പച്ചക്കറി ഇലവർഗ്ഗങ്ങളൊക്കെ കൊണ്ടവരിങ്ങനെ വെക്കും. അപ്പം അതൊന്നും ഞാൻ വാങ്ങിച്ചില്ല. പിന്നെ ഞാൻ പറഞ്ഞില്ല അതിൽ നിന്ന് 3 തല ഞാൻ വെട്ടിയായിരുന്നെന്ന്. അപ്പം നേരത്തെ വറ്റയുടെ കുറച്ച് ബാക്കി ഇരിപ്പുണ്ടായിരുന്നു. അതും ഇതിൻ്റെ അകത്ത് ഒരു തലയും കൂടെ ഇട്ട് കറി വയ്ക്കാമെന്ന് വെച്ചു. വന്നിട്ട് പെട്ടെന്ന് ഞാൻ പ്രൈസിന് ഡ്രസ്സ് എന്നാ എടുത്ത് വെച്ചിട്ട് പോയിരുന്നെങ്കിൽ ഒരുങ്ങിയ ആൾ നിന്നേനെയായിരുന്നു. ഞങ്ങൾ പറഞ്ഞില്ലേ പോയിട്ട് ഉടനെ സാധനം മാർക്കറ്റിൽ പോയി സാധനം വാങ്ങിച്ചിട്ട് വരുന്ന പോലെ ഉടനെ പോയി വാങ്ങിച്ചുകൊണ്ടിങ്ങി വരുമായിരുന്നു. അപ്പോൾ ഇവന് അന്നായിരുന്നു അവൻ്റെ ടീച്ചറിൻ്റെ ബർത്ത്ഡേ പാർട്ടി. അവൻ കുറേ ദിവസം കൊണ്ട് ടീച്ചറിൻ്റെ ബർത്ത്ഡേ പാർട്ടി എന്ന് പറഞ്ഞിരിക്കുക. അവരെ അന്ന് വിടാതിരുന്ന അവൻ ഞങ്ങളെ ചാടിക്കും. അപ്പം പിന്നെ പെട്ടെന്ന് വന്നിട്ട് റേച്ചാൻ എന്തോ ഇരുന്നു. ഞാൻ പറഞ്ഞ് അവൻ പെട്ടെന്ന് ഒരുക്കിക്കൊണ്ട്, അല്ലെങ്കിൽ റേച്ചാൻ പറഞ്ഞ് റേച്ചാൻ എൻ്റെ ഓഫീസിൻ്റെ അടുത്ത് എൻ്റെ സ്കൂള് റേച്ചാൻ അങ്ങ് ബൈക്കിൽ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. ബസ് പോകണമെങ്കിൽ പോട്ടെന്ന്. അപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു ഇല്ല, എല്ലാം ബ്രേക്ക്ഫാസ്റ്റൊക്കെ പെട്ടെന്ന് ഞാൻ റെഡിയാക്കി അതിൻ്റെ അകത്ത് അവനെ ഒരുക്കി. ബ്രേക്ക്ഫാസ്റ്റ് അല്ല അവൻ്റെ ടിഫിൻ എന്തോ. ഞാൻ പറഞ്ഞു ബസ് വരുന്നെങ്കിൽ നമുക്ക് ബസ് ഇപ്പം ഞങ്ങളുടെ ഇവിടെ ഞങ്ങളുടെ ഗേറ്റിൻ്റെ അവിടെ നിന്ന് താഴെ പോയിട്ട് വീണ്ടും തിരിച്ച് വരും. അത്രയും തിരിച്ച് വരുമ്പോഴാണെങ്കിലും നമുക്ക് കയറ്റി വിട്ടാൽ മതി അവനെ. അപ്പോൾ ഞാൻ പറഞ്ഞ് തിരിച്ചെന്തിനാ റേച്ചാൻ പിന്നെ കുളിക്കുകയും വേണമായിരുന്നു, അതായിരുന്നു ബുദ്ധിമുട്ട്. അതുകൊണ്ട് പിന്നെ ഞാൻ പറഞ്ഞ റേച്ച ഒരു കാര്യം ചെയ്യുക, തിരിച്ച് വരുമ്പം ബസ്സിൽ അങ്ങ് അവനെ വിടും. പിന്നെ റേച്ച സാവകാശം കുളിച്ചിട്ടൊക്കെ പോകാമല്ലേ. അങ്ങനെ ഒരു വെപ്രാളം പിടിച്ച ദിവസമായിരുന്നു ഇന്ന്. അപ്പം ഞാൻ മീനൊന്നും വെട്ടിയില്ല. മീൻ അതുപോലെ വെച്ചിട്ട് ഈ തല മാത്രം ഇങ്ങെടുത്ത് തലയിൽ ഒരെണ്ണം ഇങ്ങെടുത്തിട്ട് എനിക്ക് ചൂരത്തല ഭയങ്കര ഇഷ്ടമാണ്. വറ്റയുടെ ഒരു തലയുണ്ടായിരുന്നു. പക്ഷേ വറ്റത്തലയൊന്നും എനിക്ക് കുഴപ്പമില്ല. എന്നാലും എനിക്ക് കുറേയും കൂടി ഇഷ്ടം ഈ ചൂരത്തലയാണ്. അപ്പം ഞാൻ ആ വറ്റയുടെ അന്ന് നല്ല പീസുകളെല്ലാം എടുത്ത് കറി വെച്ച് ബാക്കി കുറച്ച് ഇവർക്കൊക്കെ വേണ്ടി ഒരു 3-4 പീസ് നല്ലതും പിന്നെ ബാക്കി ആ തലയുടെയും അതിൻ്റെ പാർട്ടും അങ്ങനെയൊക്കെ ഉള്ളത് ചെറുതൊക്കെ ഇത് അതിൻ്റെ തലയായിരുന്നു. അതൊക്കെ ഇട്ട് അത് നമുക്ക് വേണേൽ കഴിക്കാമല്ലേ. ഇവർക്ക് വലിയവർക്കും പോട്ടെ, നമ്മുടെ ആണുങ്ങൾക്കാവുമ്പം പീസ് കൊടുക്കാമെന്നും പറഞ്ഞ് ഒരു 3-4-5 പീസ് അതിൻ്റെ അകത്തുണ്ട്. റേച്ച എൻ്റെ അടുത്ത് പറഞ്ഞ് നിനക്ക് വരാൻ സമയമില്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം, ഞാൻ പോയി ഇങ്ങ് വാങ്ങിച്ചുകൊണ്ട് വരാം, നല്ലതാണെങ്കിൽ അച്ചാറിനെടുക്ക്, പനലാണെങ്കിൽ പോട്ടെന്ന്. ഈ റേച്ചാൻ പോയാൽ റേച്ചാൻ ഈ ഫ്രഷ് ആണോ അല്ലയോ എന്നുള്ളത് മനസ്സിലാവത്തില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞില്ല വേണ്ട. എന്തിനാ മീൻസ് ഒന്നാമത് അവർക്കന്ന് പറഞ്ഞ് കിലോ ഇത്ര രൂപയ്ക്കേ കിട്ടത്തുള്ളൂ അങ്ങനെയൊക്കെ പറഞ്ഞ് അന്യായ വില കൊടുത്ത് നമ്മൾ വാങ്ങിച്ചിട്ട് പന്നല ആണെങ്കിൽ എന്തോ ചെയ്യാനാ. ഞാൻ പറഞ്ഞു അതുകൊണ്ട് ഞാനിവിടെ വരുന്നെന്നുള്ളത്. അങ്ങനെ ഞാനിവിടെ പോയത്. പിന്നെ ഇച്ചിരി മത്തി ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ പോയിട്ട് കുഞ്ഞ് നരന്ത് മത്തിയായിരുന്നു, അതുകൊണ്ട് ഞാൻ വാങ്ങിച്ചില്ല. ഇന്നത്തെ ഇച്ചിരി മത്തി മീൻ വലുതായിരുന്നു, പക്ഷേ വിലയുണ്ട് മറ്റേതിനേക്കായി. അപ്പോൾ അതൊരു വാട്ട വാങ്ങിച്ച് അതും എടുത്ത് ഫ്രിഡ്ജിലങ്ങ് വെച്ച്. അപ്പം വന്നിട്ട് ഇതൊക്കെ റെഡിയാക്കി. ഇപ്പം മീനൊക്കെ വറ്റി കറിവേപ്പില നല്ല ഫ്രഷ് കറിവേപ്പില ഉണ്ടായിരുന്നു.
ഞാനെന്നാൽ ഒക്കുമെങ്കിൽ ഇന്ന് തന്നെ അങ്ങ് മീൻ വെട്ടി അങ്ങ് അച്ചാറിടാന്നുള്ള രീതിയിലാണ്. നല്ല ഫ്രഷ് കറിവേപ്പില ജിയോ മാർട്ടിൽ നിന്ന് വാങ്ങിച്ചേ ഇപ്പം. അപ്പം നോക്കിയാണ് ഞാൻ പറഞ്ഞില്ലേ, അത് ഇത്തിരി സോഫ്റ്റ് പോലെ ഇരിക്കും. നമുക്ക് പിച്ചാത്തി നമ്മുടെ നൈഫും നല്ലതല്ല, അതുകൊണ്ട് ആകെ വധമാകുമെന്നും പറഞ്ഞ് ഞാൻ പിന്നെ ഇച്ചിരി ഒന്ന് ഐസ് ആവട്ടെന്നും പറഞ്ഞ് അകത്ത് വെച്ച്. അങ്ങനെ മീനൊക്കെ ഞാൻ അവിടെ വെച്ച് പിന്നെ ഞാൻ കുളിക്കാനൊക്കെ പോയി. അത് കഴിഞ്ഞ് ഞാൻ അന്ന് ഡിമാർട്ടിൽ നിന്ന് ഞാൻ ഫ്രൈൻ പാനും വാങ്ങിച്ചായിരുന്നു. അപ്പോൾ അവർ ആ ഫ്രൈൻ പാനിൻ്റെ അകത്താ ഈ ഡേറ്റ് എഴുതിയത്. അപ്പോൾ അവർ റീച്ചാനോട് പറഞ്ഞായിരുന്നു ഇങ്ങനെ ചൂടാക്കിയാൽ മതിയെന്ന്. അപ്പോൾ ഞാൻ എൻ്റെ വെപ്രാളത്തിന് അത് ചൂടാക്കിയിട്ട് ഒന്ന് കുത്താൻ പോയി. ഇച്ചിരി ഒന്ന് ചെറിയ തീയിൽ വെച്ചിരുന്ന് ഇച്ചിരി സമയം എടുത്തേ അത് ഒന്ന് ഉരുകി വരത്തുള്ളൂ. ഒത്തിരി ഹൈ ഫ്ലെയിമിലൊന്നും ആക്കേണ്ട ആവശ്യമില്ലായിരുന്നു. അപ്പോൾ പോളും അവിടെ ഇപ്പോൾ ഉണ്ടായിരുന്നു. ഇങ്ങിതാ ഞാൻ ചെയ്യാമെന്നും പറഞ്ഞു. ഞാൻ പറഞ്ഞു വേണ്ടെന്ന്. അങ്ങനെ വെപ്രാളം വലിയ സ്റ്റൈല് കാണിക്കാൻ പോയി. അതങ്ങ് ഇച്ചിരി അടുത്തങ്ങ് കീറി. ആ ചെറുത് പെട്ടെന്നായിരുന്നു. ഇതിപ്പോൾ ഇച്ചിരി കട്ടിയുള്ള പാനുമാണ്, ഇത്തിരി വലുതും ആയതുകൊണ്ട് അതിൻ്റേതായ ഇച്ചിരി സമയം എടുത്ത്. ചെറുതെനിക്ക് പെട്ടെന്ന് ഇളകി വന്നായിരുന്നു. അപ്പോൾ അവൻ വന്ന് ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞത് കൊണ്ടാണ് ഞാൻ അവൻ്റെയിലും കൊടുക്കത്തില്ല. ഞാൻ ഇല്ല ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു സൈഡിൽ നിന്നൊന്ന് കീറി. അപ്പോൾ ഇങ്ങനെ അത് ഞാൻ പിന്നെ എഴുതിയത് അതിൻ്റെ അകത്തുണ്ടല്ലേ, അവർ പറഞ്ഞ് ഇങ്ങനെ ചൂടാക്കി എടുത്താൽ മതിയെന്ന്. അപ്പോൾ ഇനി കാണിക്കുന്നത് ഞങ്ങളുടെ ആക്ച്വലി ഓൺലൈൻ മീറ്റിങ്ങിൽ ഞങ്ങളുടെ പാട്ടായിരുന്നെന്ന്. ഇച്ചിരി ഫോൾട്ടൊക്കെ കാണും കേട്ടോ, കാരണം ഈ നെറ്റ് പ്രോബ്ലം ഇടയ്ക്ക് വരും. അപ്പോൾ ചിലപ്പം പാട്ടില്ല സ്പീഡിൽ അങ്ങ് ഓടിപ്പോകുന്ന പോലെ നമുക്ക് തോന്നും, ചിലപ്പോൾ കട്ടിങ് പോലൊക്കെ വരുവേ. അപ്പോൾ നിങ്ങളൊന്ന് ക്ഷമിക്കുക, ഞങ്ങൾ വലിയ പാട്ടുകാരൊന്നും അല്ല കേട്ടോ. Praise the Lord. 1,000 generations falling down in worship to sing the song of ages to the Lamb. And all who gone before us and all who will believe will sing the song of ages to the Lamb. Your name is the highest, your name is the greatest, your name stands above them all thrones and dominions, all powers and positions, your name stands above them all, and the angels cry, holy, all creations cries, holy, you are lifted high, holy forever. If you've been forgiven, if you've been redeemed, sing the song forever to the Lamb. If you walk in freedom, if you bear His name, sing the song forever to the Lamb. We'll sing the song forever and amen. And the angels cry, holy, all creations cries, holy, you are lifted high, holy forever. Your people sing, holy to the King of Kings, holy, you will always be, holy forever. Your name is the highest, your name is the greatest, your name stands above them all thrones and dominions, all powers and possessions, your name stands above them all. Your name is the highest, your name is the greatest, your name stands above them all
all thrones and dominions, all powers and positions. Your name stands above them all, and the angels cry, holy, all creations cries, holy, you are lifted high, holy, holy forever. Hear people sing, holy, to the King of Kings, holy, you will always be, holy, holy forever. You will always be holy, holy forever. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ കൂടെ അറിയിക്കണേ. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി വീണ്ടും ഈ ചാനൽ കാണണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കോട്ടനോട് പ്രസ് ചെയ്യുകയാണെങ്കിൽ ഓൾ എന്നൊരു ഓപ്ഷൻ വരും. അതോടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എന്നും വരുന്നതായിരിക്കും. ഇനി ഒരു പുതിയ വീഡിയോയുമായി വരും വരെ ബൈ. ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു. ടേക്ക് കെയർ. ബൈ. സീ യു.